സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ. ഡ്രൈ ഡേയിൽ ഇളവ് വേണമെന്ന എക്സൈസ് വകുപ്പ്. LDF യോഗത്തിൽ നയത്തിന്റെ കരട് അവതരിപ്പിക്കും. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ CPMന്റെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തില്ല. തള്ളിയത് കോറം തികയാത്തതിനാൽ. അനധികൃത കുടിയേറ്റത്തിൽ നടപടി കടുപ്പിച്ച അമേരിക്ക. ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങൾ നാളെ അമൃത്സറിലെത്തും. പൗരന്മാരെ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. അദാനി വിഷയം വ്യക്തിപരമെന്ന് മോദി. ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. വിമർശിച്ച് രാഹുൽ ഗാന്ധി. വിശദമായി നോക്കാം. തൃശൂർ ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. ബൈക്കിലെത്തിയ അക്രമി കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിത്തകർത്താണ് പണം അപഹരിച്ചത്. പിന്നാലെ കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി തൃശൂരും സമീപ ജില്ലകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഹിന്ദി സംസാരിക്കുന്ന ആളായതിനാൽ ഇതര സംസ്ഥാനക്കാരനാണോ എന്നാണ് സംശയം. പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നാടിനെ നടുക്കിയ കവർച്ച നടന്നത്. ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആൾ ഹെൽമറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ചാണ് ബാങ്കിൽ പ്രവേശിച്ചത്. മാനേജരും മറ്റൊരു ജീവനക്കാരനും മാത്രമായിരുന്നു ഈ സമയം ബാങ്കിൽ ഉണ്ടായിരുന്നത്. ബാക്കി ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴായിരുന്നു മോഷണം. 2 ജീവനക്കാരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശുചിമുറിയിൽ അടച്ച ശേഷമാണ് പ്രതി പണം കവർന്നത്. ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ചാണ് ഇയാൾ അകത്ത് കയറിയത്. 15 ലക്ഷം രൂപ നഷ്ടമായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹിന്ദിയിലാണ് മോഷ്ടാവ് സംസാരിച്ചിരുന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് 47 ലക്ഷം രൂപയായിരുന്നു. ഇതിൽ നിന്ന് 3 ബണ്ടിലാണ് കവർന്നത്. മോഷണം നടത്താനായി പ്രതി എത്തിയത് ചാലക്കുടി ഭാഗത്തു നിന്നാണ്. മോഷണം കഴിഞ്ഞ ശേഷം ഇയാൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോയതും ചാലക്കുടി ഭാഗത്തേക്കാണെന്ന് വ്യക്തമായി. തുടർന്ന് പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറിയതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ബാങ്കിൽ നടന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചുള്ള മോഷണമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മോഷണത്തിന് മുമ്പും ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ടാകാമെന്ന് പോലീസ് കരുതുന്നു. നമ്പർ പ്ലേറ്റ് മറച്ച സ്കൂട്ടറിലാണ് പ്രതി എത്തിയത്. ബാങ്ക് കവർച്ചയെ തുടർന്ന് റൂറൽ മേഖലയിൽ ഹൈ അലർട്ട് പുറപ്പെടുവിച്ചു. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രതിക്കായി തെരച്ചിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP K സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നാടിനെ നടുക്കിയ ഒരു പകൽ കൊള്ള, പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഈ പ്രതിയെക്കുറിച്ച് എത്രമാത്രം ധാരണ പോലീസിന് നിലവിലുണ്ട്? ഏറ്റവും ഒടുവിൽ പ്രതി എത്തിയത് കൊച്ചിയിലാണ് എന്നുള്ളൊരു സൂചനയിലാണോ പോലീസ് നിൽക്കുന്നത്? ആര്യ, നിലവിൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് അങ്കമാലിയിൽ നിന്നൊരു നിർണായക CCTV ദൃശ്യം പോലീസിന് ലഭ്യമാകുന്നത്. ഈ CCTV ദൃശ്യത്തിലുള്ള ഇയാൾ തന്നെയാണ് എന്നുള്ള സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതായത് ആലുവ, അങ്കമാലി, എറണാകുളം എന്നീ നഗരപരിധിയിലും അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കി പോലീസ് മുന്നോട്ട് പോവുകയാണ്. SP-യുടെ നേതൃത്വത്തിലുള്ള 10 സംഘമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതെന്ന് DIG വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ മോഷ്ടാവ് ഹിന്ദി സംസാരിച്ചുകൊണ്ടാണ് വന്നത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞത്. പക്ഷേ ഹിന്ദി സംസാരിച്ചത് എന്നുകൊണ്ട് തന്നെ അത് മലയാളി അല്ലാതിരിക്കണം എന്ന് പറയാനാകില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ATM-ൽ നിന്ന് എടുത്തു വെച്ച പണമാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 45 ലക്ഷത്തോളം രൂപ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിൽ 15 ലക്ഷത്തോളം മാത്രമാണ് ഈ പ്രതി കൊണ്ടുപോയിട്ടുള്ളത്. അതിലേതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും ചോദിച്ചിരുന്നു. അത് വരും ഘട്ടത്തിലേക്ക് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷേ അത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശോധന നടക്കുമെന്നും DIG വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രാഥമിക ഘട്ടത്തിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് കടക്കാനാകില്ല എന്നാണ് DIG വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ചാലക്കുടിയിൽ ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള നാടിനെ നടക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. കത്തി കാണിച്ചുകൊണ്ട്, അതായത് കറിക്കത്തി അത് ഉപയോഗിക്കുന്ന കത്തിയാണ് ഉപയോഗിച്ചത്. അത് മുഖംമൂടി ധരിച്ചിരുന്നു, ഹെൽമെറ്റ് ധരിക്കുകയും ചെയ്തിരുന്നു. ബൈക്കിലെത്തിയതിനു ശേഷം അകത്തേക്ക് കടന്നതിന് ശേഷമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തി ഈ തുക കൊണ്ടുപോവുകയും ചെയ്ത് തുടർന്ന് ഇദ്ദേഹം അങ്കമാലി ഭാഗത്തേക്കാണ് പോയതെന്നാണ് പിന്നീട് ലഭ്യമായ
കൃത്യമായിട്ടുള്ള CCTV-കൾ കേന്ദ്രീകരിച്ച് പോലീസിന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പ്രതിക്ക് അരികിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ എറണാകുളം ജില്ലയിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതിക്കായി. മിഥുൻ, എന്തായാലും പ്രതിക്ക് ഈ ശാഖയിൽ നേരത്തെ വന്നു പരിചയമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ അവിടെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളൊരു സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം കൃത്യമായ ധാരണയുണ്ടായിരുന്നു അവിടുത്തെ വർക്കിംഗ് ടൈമിനെ കുറിച്ച്. മാത്രവുമല്ല, അവിടെയുള്ള ആളുകൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിക്കൊണ്ടിരുന്നത്, ആ സമയമൊക്കെ കൃത്യമായി നോക്കിയാണ് ഈ പ്രതി അവിടേക്ക് എത്തിയത്. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയി. ബാങ്കിൽ ആകെ 2 പേർ മാത്രം അവശേഷിച്ച സമയത്താണ് ഇത്തരത്തിൽ വന്ന് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ആ പരിസരം കുറെ അധികം നാളുകളായി ഒരുപക്ഷെ നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ബാങ്കിലെ മറ്റ് ജീവനക്കാരുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ബാങ്കിൽ വന്ന് ഈ സാഹചര്യം മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ടല്ലേ? പ്രാഥമിക ഘട്ടത്തിൽ അങ്ങനെ ഒരു ഉറപ്പിക്കലിലേക്ക് തന്നെ പോലീസ് പോകുന്നുണ്ട്. കാരണം സ്വാഭാവികമായും മറ്റു പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ബാങ്കിൽ കയറി ഈ ഒരു കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം കവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആസൂത്രിതമായി ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബാങ്കിലെ ജീവനക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധനയിലെ കണ്ടെത്താനാവൂ. എന്തായാലും അത്തരത്തിലൊരു സഹായം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിരന്തരം നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ നിരന്തരം ബാങ്കിലെത്തി ആ ബാങ്കിലെ പ്രവർത്തന സമയം, ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാർ പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കാനായി പുറത്തു പോകുന്ന ഈ സമയമൊക്കെ നോക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുറ്റവാളി അക്രമി അവിടേക്ക് കടന്നു വരികയും ചെയ്ത് ആ സമയത്ത് ആളുകൾ എത്രത്തോളം ഉണ്ടാകുമെന്നും, അല്ലെങ്കിൽ ആ സമയത്ത് ഏതൊക്കെ പുറത്തു നിന്ന് ആരൊക്കെ എത്തും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ സമയത്ത് പണമിടപാടുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമായി ആണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 2.5 മിനിറ്റ് മാത്രമാണ് പ്രതിക്ക് ഈ ഒരു കൃത്യം നടപ്പിലാക്കാൻ സമയമെടുക്കുകയും ചെയ്ത് 2.5 മിനിറ്റ് കൊണ്ട് തന്നെ വന്ന് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 15 ലക്ഷത്തോളം രൂപ, ഏകദേശം 45 ലക്ഷത്തോളം രൂപ ആ ബാങ്കിലുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ DIGക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ള മൊഴി. ആ തുക മുഴുവൻ എടുത്തുകൊണ്ട് പോകാതെ 15 ലക്ഷം രൂപ മാത്രം എടുത്തുകൊണ്ട് പോയതിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹതയുണ്ടോ, അതിലേതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അടക്കം പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. ചാലക്കുടി കേന്ദ്രീകരിച്ച് വൈകിട്ട് മുതൽ തന്നെ അവിടുത്തെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പ്രതി പോകാമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് ഈ സ്കൂട്ടർ എങ്ങോട്ടേക്കാണ് പോയത് നടക്കുമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. തുടർന്നാണ് അങ്കമാലിയിൽ നിന്ന് ഒരു നിർണായക CCTV ദൃശ്യം ലഭിക്കുന്നത്. ഇയാൾ സന്ദർശിച്ച സ്കൂട്ടർ അതേ രീതിയിൽ ആ കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ആൾ എന്ന് തോന്നിക്കുന്ന ഒരാളെ തന്നെയാണ് ആ CCTV-യിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി എറണാകുളത്തിലേക്ക് കടന്നേക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലി, ആലുവ, എറണാകുളം തുടങ്ങിയ നഗരപരിധി കേന്ദ്രീകരിച്ചും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് പ്രതിക്കായി നാടൊന്നാകെ വലവിരിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. പോലീസ് മുന്നറിയിപ്പ് വെറുതെയായി. ഡിജിറ്റൽ അറസ്റ്റിലൂടെ തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിക്ക് നഷ്ടമായത് 2 കോടിയോളം രൂപയാണ്. 10 അംഗ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ജനുവരി 14 മുതൽ തുടങ്ങിയ തട്ടിപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് പണം നഷ്ടപ്പെട്ടയാൾ സൈബർ പോലീസിന് പരാതി നൽകിയത്. CBIയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ജഡ്ജിയിൽ നിന്നോ ആണെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. അവർ സൈബർ കുറ്റവാളികളായിരിക്കാം. ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930-ൽ ഉടൻ തന്നെ അവരെ കുറിച്ച് അറിയിക്കുക. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ പോലീസ് നൽകുന്ന ഈ മുന്നറിയിപ്പും വെറുതെയായി. പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിയായ 52-കാരൻ കഴിഞ്ഞ ജനുവരി 14 രാവിലെയാണ് കെണിയിൽപ്പെട്ടത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നെന്ന പേരിൽ ഫോണിൽ വിളിച്ച 1-ാം പ്രതി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും തുടർ നടപടികൾക്കായി കോൾ CBI ഇൻസ്പെക്ടർക്ക് ഫോർവേഡ് ചെയ്യുകയാണെന്നും നിർദ്ദേശം നൽകി. പിന്നാലെ CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി 3-ാം പ്രതി വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു. ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും വിവിധ ബാങ്കുകളിലെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടു. പിന്നാലെ
തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പേരിൽ പ്രതികൾ നൽകിയ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ജനുവരി 14-നും 22-നും ഇടയിൽ 1,84,15,993 രൂപ പ്രതികൾ കൈപ്പറ്റുകയായിരുന്നു. കബളിപ്പിക്കപ്പെട്ട വിവരം ഏറെ വൈകി തിരിച്ചറിഞ്ഞ 52-കാരൻ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. BNS 318, 319, IT നിയമത്തിലെ 66D തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് തട്ടിപ്പ് സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം കൈമാറിയിരിക്കുന്ന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും തട്ടിപ്പിനായി ഫോണിലും വാട്സാപ്പിലും ബന്ധപ്പെട്ട വിവിധ മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് സൈബർ ക്രൈം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം പെരുകുന്ന ഞെട്ടലിലാണ് സൈബർ പോലീസ്. മുന്നറിയിപ്പിനപ്പുറം ഇനി എന്ത് എന്ന ചോദ്യത്തിനും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരവില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തർക്കം മൂർച്ഛിക്കുന്നു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ തള്ളി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. സുരേഷ് കുമാർ നടത്തിയ സമരപ്രഖ്യാപനം ഭരണസമിതി എടുത്ത തീരുമാനത്തിന് പിന്നാലെയാണെന്നും സംഘടനയ്ക്കെതിരായും വ്യക്തിപരമായുമുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി. സിനിമാ മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജൂൺ 1 മുതൽ സമരം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നു. സംഘടനാ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ നടത്തിയ സമരപ്രഖ്യാപനം ഭരണസമിതിയുടെ കൂട്ടായ തീരുമാനത്തിലല്ല എന്നായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ ഫിയോക്ക, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക എന്നീ സംഘടനകളുടെ സംയുക്ത യോഗത്തിനു ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഘടനാ കാര്യങ്ങൾ സുരേഷ് കുമാർ പരസ്യമായി പറഞ്ഞത് ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരമാണ്. സംഘടനാ പ്രസിഡന്റ് ആന്റോ ജോസഫിന്റെ അസാന്നിധ്യത്തിൽ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കുമാർ, സിയാദ് കോക്കർ എന്നിവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്നും പ്രസ്താവനയിൽ പറയുന്നു. സംഘടനയുടെ യോഗത്തിൽ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതെ പരസ്യ നിലപാട് എടുത്ത ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട് അനുചിതമാണെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലയിരുത്തുന്നു. സംഘടനയ്ക്കെതിരായും വ്യക്തിപരമായുള്ള നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും അസോസിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ ചേരിപ്പോരാണ് ഇതോടെ തെളിയുന്നത്. ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ പ്രഖ്യാപിച്ച് നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. നിർമ്മാതാവ് സുരേഷ് കുമാറിനെ വിമർശിച്ച് നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്ത് നടൻ മോഹൻലാൽ. നമുക്ക് എന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്ന കുറിപ്പോടുകൂടിയാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചത്. സിനിമാ സമരവുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ പ്രതികരണമാണ് പോസ്റ്റിലെ ഉള്ളടക്കം. സിനിമാ നിർമ്മാതാക്കൾ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സമരം സംബന്ധിച്ച് കത്ത് ലഭിച്ചു. ഉന്നയിച്ച 3 കാര്യങ്ങളിൽ ഒന്ന് GST ആണെന്നും അത് ധനവകുപ്പ് തീരുമാനിക്കേണ്ടതാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും. സിനിമാക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ പരിഹരിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 529.50 കോടി രൂപയുടെ സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രൊജക്ടുകൾക്ക് വായ്പാ സഹായമായാണ് പണം നൽകുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവഴിക്കണമെന്ന നിബന്ധന വെല്ലുവിളിയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരുന്നു. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകൾ, പാലങ്ങൾ നിർമ്മിക്കൽ, ദുരന്തമേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ 16 പ്രോജക്ടുകളാണ് തയ്യാറാക്കിയത്. മൂലധന നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സഹായത്തിന് പദ്ധതികൾ കേന്ദ്രത്തിനും സമർപ്പിച്ചിരുന്നു. ഇതിലാണ് 535.56 കോടിയുടെ 16 പ്രോജക്ടുകൾക്ക് വേണ്ടി 529.50 കോടി രൂപ സഹായം അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത്. മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല. 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഡയറക്ടർ ചിന്മയ് പുണ്ടലിക് റാവു സംസ്ഥാനത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. കാപ്പെക്സ് വായ്പ ആയതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം ചെലവഴിക്കണം.
1.5 മാസത്തിനുള്ളിൽ എങ്ങനെ ചെലവഴിക്കുമെന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതൊരു വലിയ പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ യൂസി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെ, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. എന്തായാലും അത് നമ്മൾ പരമാവധി ഇത് യൂട്ടിലൈസ് ചെയ്യാനും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുകയാണ്. അത് ലോണാണ് എടുത്തേക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. കേന്ദ്ര സഹായത്തോടെ നടക്കുന്ന ഈ 16 പദ്ധതികൾക്ക് ആവർത്തന പദ്ധതികൾ പാടില്ല എന്ന നിബന്ധനയോടെയാണ് സഹായം അനുവദിച്ചിരിക്കുന്നത്. 16 പ്രോജക്ടുകളിൽ സർക്കാർ LP സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിന്റെ ചെലവൊഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും മുഴുവൻ തുകയും അനുവദിച്ചിട്ടുണ്ട്. വായ്പയാണെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന സഹായമാണ് ഇത്. എന്നാൽ സമഗ്ര പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. വായ്പകൾക്ക് പുറമെ ഗ്രാന്റും സംസ്ഥാന സർക്കാർ ചോദിച്ചെങ്കിലും അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് സാമ്പത്തിക പാക്കേജിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയും പരിഹാസവുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിസ്സഹായരായ ഒരു ജനതയെ കൂടിയാണ് കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത്. 529.50 കോടി രൂപ ഈ മാർച്ച് 31 മുമ്പ് ചെലവഴിക്കണമെന്ന വ്യവസ്ഥ അപ്രായോഗികമാണ്. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ UDF പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മോദി ട്രംപ് കൂടിക്കാഴ്ച ശ്രീജ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ചും മോദിയെ 2ാം ടേമിൽ ആദ്യമായി സന്ദർശിക്കുന്ന ആദ്യ ഏഷ്യൻ നേതാവ് എന്ന പ്രത്യേകത കൂടി മോദിക്കുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ആ കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച്, റെസിപ്രോക്കൽ ടാക്സ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. കാരണം അധികാരത്തിലെത്തിയ ആ സമയം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. സഖ്യരാജ്യങ്ങൾ ഈ നികുതി കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. റെസിപ്രോക്കൽ നികുതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന അസന്നിഗ്ധമായി നരേന്ദ്രമോദിയോട് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് സുപ്രധാനമായ ഒന്നാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട, തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ട്രംപിന്റെ നിലപാട് എന്തായിരുന്നോ അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊന്ന് വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപും മോദിയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ട്രംപ് പറഞ്ഞത് മോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി, കഴിഞ്ഞ 4 വർഷമായി, താൻ അധികാരത്തിലുള്ള സമയത്തും കഴിഞ്ഞ 4 വർഷമായി അതേ സൗഹൃദം നിലനിർത്താൻ തങ്ങൾക്കാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കൂടാതെ വ്യാപാരത്തിന്റെ ഇതുവരെയുള്ള മേഖലകളെല്ലാം അതേതാണ്ട് ഇരട്ടിയാക്കുന്ന തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന് തഹാവൂർ റാണ. നമുക്കറിയാം 2 ആഴ്ച മുൻപ് തഹാവൂർ റാണയുടെ അപ്പീൽ അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയിരുന്നു. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതനുസരിച്ച് കോടതിയുടെ വിധി പ്രകാരം ഇന്ത്യക്ക് മുംബൈ സ്ഫോടനത്തിന് സൂത്രധാരനായ തഹാവൂർ റാണയെ കൈമാറാനുള്ള തീരുമാനം വളരെ സുപ്രധാനമാണ്. അത് ഈ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു എന്നുള്ളതും നിർണായകമാണ്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് എന്ന് പറയുമ്പോഴും നികുതി പോലെയുള്ള കാര്യങ്ങളിലുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇതുവരെ ട്രംപ് സ്വീകരിച്ചു വന്ന നയങ്ങളിലുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ട്രംപിന്റെ വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വത്തോടും വനം വകുപ്പിനോടും വിശദീകരണം തേടി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടിഞ്ഞ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയോടും വനം വകുപ്പിനോടും വിശദീകരണം തേടി. ഗുരുവായൂർ ദേവസ്വം ലൈഫ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു.
ഇത്തരം അപകടങ്ങളുണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്നും ഹൈക്കോടതി ചോദിച്ചു. 2 ആനകളുടെയും ഫീഡിംഗ് രജിസ്റ്റർ, ട്രാൻസ്പോർട്ടേഷൻ രജിസ്റ്റർ തുടങ്ങിയവ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇടഞ്ഞ ആനകൾ. ഉത്സവത്തിനിടെ ഇന്നലെ വൈകിട്ട് 6-നാണ് പീതാംബരൻ, ഗോകുൽ എന്നീ ആനകൾ ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായി കണ്ടെത്തൽ. ജില്ലാ കളക്ടറും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും വനം മന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ആനയുടമകളും ക്ഷേത്രം ഭാരവാഹികളും അപകടത്തിന് ഉത്തരവാദികളാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഒരു ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരിച്ചു. ആനയെഴുന്നള്ളിപ്പിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ജില്ലാ കളക്ടറും ഫോറസ്റ്റ് കൺസർവേറ്ററും സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആനകൾക്ക് ഇടച്ചങ്ങലിടണമെന്ന നിർദ്ദേശം പാലിക്കാതെ വന്നതോടെ നാട്ടാന പരിപാലന ചട്ടം പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിക്കപ്പെട്ടു. ഇക്കാര്യത്തിൽ ആനയുടമകളും ക്ഷേത്രം ഭാരവാഹികളും ഉത്തരവാദികളാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഉത്സവം നടത്താൻ ആനകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കോടതി ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത്. കാരണം ഇനി എല്ലാ സ്റ്റേറ്റ് ലെവലിലും ഒന്ന് ആലോചിക്കുന്നതിന് പകരം ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വ്യത്യസ്തതയുണ്ടാകും. ആ വ്യത്യസ്തതയൊക്കെ അവിടെ പരിശോധിച്ച് പൊതുവെ സമൂഹത്തിന് അപകടമില്ലാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും എല്ലാ അനുമതിയോടും കൂടിയാണ് ഉത്സവം നടത്തിയതെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കേസെടുത്താൽ നിയമപരമായി നേരിടും. ഫിറ്റ്നസ് ഉള്ള ആനയാണ് നമ്മൾ വാങ്ങിയത്. ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ മുൻകരുതലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഗുരുവായൂരിൽ നിന്നും കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിന് എഴുന്നള്ളിച്ച പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഇടഞ്ഞത്. പരസ്പരം കൊമ്പുകോർത്ത ആനകൾ ക്ഷേത്ര ഓഫീസിന്റെ മേൽക്കൂര തകർക്കുകയും കെട്ടിടാവശിഷ്ടങ്ങൾ സമീപത്തിരുന്നവരുടെ ദേഹത്തേക്ക് പതിക്കുകയുമായിരുന്നു. ഇതിൽ ഗുരുതര പരിക്കേറ്റ കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, വടക്കേൽ രാജനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. കുറുവങ്ങാട് മാവിൻചുവട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ഉച്ചയോടെ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. 12 പേർ ചികിത്സയിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. ആനയുടെ തൊട്ടടുത്ത് കതിനവേടി പൊട്ടിച്ചതുകൊണ്ടാണ് ആന വിരണ്ടതെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ പറഞ്ഞു. വീഡിയോ ക്ലിപ്പുകളിൽ ഇത് വ്യക്തമാണ്. വെടിക്കെട്ടിനെ തുടർന്നാണ് ആന വിരണ്ടത്. 2 ആനകൾക്കും ഫിറ്റ്നസ് ഉള്ളതാണ്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇൻഷുറൻസിൽ നിന്നും പണം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും VK വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്കൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിയമപ്രകാരം അർഹതയുള്ളതായിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് നൽകുവാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട്, ഇൻഷുറൻസിന്റെ ഏജന്റുമായിട്ടും ഒക്കെ വേണ്ട ഏർപ്പാടുകൾ ഗുരുവായൂർ ദേവസ്വം ചെയ്തു വരുന്നുണ്ട്. കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ മരിച്ചവരുടെ ആശ്രിതരെയും പരിക്കേറ്റവരെയും ഗുരുവായൂർ ദേവസ്വം സഹായിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. മരിച്ചവരുടെ ആശ്രിതർക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജോലി നൽകണം. ഈ ആവശ്യം ഉന്നയിച്ച് ദേവസ്വം മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ്. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിലും റാഗിങ്ങിന് ഇരയാക്കിയതായി പോലീസ് പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി. സീനിയർ വിദ്യാർത്ഥികളായ 5 പേർ ചേർന്നാണ് ജൂനിയർ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയത്. 3 മാസത്തോളം നീണ്ടുനിന്ന റാഗിങ് മറ്റാരും അറിയാത്തത് ദുരൂഹമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹോസ്റ്റൽ അധികൃതരിൽ നിന്നടക്കം വീണ്ടും മൊഴിയെടുക്കും. ഇന്നലെ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ്.
മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം വിപുലപ്പെടുത്തും. പിറന്നാളിന് ചെലവ് നൽകണമെന്ന് സീനിയർ വിദ്യാർത്ഥികളായ പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാൻ സാധിക്കില്ലെന്ന വിദ്യാർത്ഥി പറഞ്ഞതിന്റെ പേരിലും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. ഡിസംബർ 13-നായിരുന്നു ക്രൂരപീഡനം. പ്രതികൾക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശിച്ചതായും മന്ത്രി അറിയിച്ചു. നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിലേക്ക് വാങ്ങിയേക്കില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷമാകും കസ്റ്റഡി അപേക്ഷ നൽകുക. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFIയും KSUവും ABVPയും കോളേജിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കോട്ടയം. കണ്ണൂർ കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ കേസെടുത്ത് പോലീസ്. +2 വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെയാണ് കേസ്. +1 വിദ്യാർത്ഥിയാണ് റാഗിങ്ങിന് ഇരയായത്. സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ലെന്ന് ആരോപിച്ച് മർദ്ദിച്ചെന്നാണ് പരാതി. ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, നിയമവിരുദ്ധമായ സംഘം ചേരൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ 6 വകുപ്പുകൾ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തി. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചിലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി എബ്രഹാം ബെൻസനെയാണ് 1-ാം നിലയിലേക്കുള്ള പടിക്കെട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ക്ലർക്കിൽ നിന്ന് കുട്ടിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നതായി സഹപാഠികൾ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ VHSE ഡെപ്യൂട്ടി ഡയറക്ടറോട് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശിച്ചു. പ്രോജക്ടിന്റെ ഭാഗമായുള്ള റെക്കോർഡ് ബുക്കിൽ പതിക്കുന്നതിനായി ഓഫീസിൽ കുട്ടി എടുത്തിരുന്നു. ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് സീലെടുത്തതെന്നാണ് വിവരം. എന്നാൽ ഓഫീസിലെ ക്ലർക്ക് സനൽ കുട്ടിയോട് ഇതിന്റെ പേരിൽ മോശമായി പെരുമാറി. ക്ലർക്ക് മറ്റു കുട്ടികളോടും സ്ഥിരമായി മോശമായി പെരുമാറാറുണ്ട്. ടീച്ചർമാരോട് പരാതിപ്പെട്ടെങ്കിലും ക്ലർക്കിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളതെന്നും സഹപാഠികൾ പറയുന്നു. ക്ലർക്ക് നേരത്തെ അവന്റെ തന്തയ്ക്ക് വിളിച്ചാണ് സംസാരിച്ചത്. പക്ഷേ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളാരും അവന്റെ തന്തയ്ക്ക് വിളിക്കാറില്ല. അവനക്ക് അത് ഇഷ്ടമില്ല. പെട്ടെന്ന് വയലന്റ് ആവും. അതുകൊണ്ട് അവനെ വിളിക്കാറില്ല. അവിടെ വന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അതേപോലെ തന്തയ്ക്ക് വിളിച്ചിടാന്ന് പറഞ്ഞായിരുന്നു. ഓന്ന് പറഞ്ഞു, ഞാൻ നോക്കാം, നീ അവിടെ നില്ല്, പോണ്ട, അങ്ങനെ എന്തിനാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞു. പ്രധാനാധ്യാപികയോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് ക്ലർക്കിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല. രക്ഷിതാക്കളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കുട്ടിക്ക് നൽകുകയാണ് ചെയ്തത്. കുറ്റപ്പെടുത്തിയുള്ള തരത്തിലെ പെരുമാറ്റം കുട്ടിയെ മാനസികമായി തളർത്തുകയും ചെയ്തു. ഒരു ക്ലർക്കിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട്, ഹറാസ്മെന്റ് കൊണ്ട് എന്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാ. ഇന്നലെ ഇവർക്ക് പ്രോജക്റ്റ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു എന്ന് പറയുന്നത്. സ്കൂളിന്റെ സീല് വേണോ അത്ര, സീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇവരെ ഓഫീസിലേക്ക് അയക്കുന്നു. ഇവര് വന്നിട്ട് ആ ക്ലർക്കിനോട് സാർ ഇതൊന്ന് സീൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോ അയാള് ഈ പിള്ളേരെ കളിയാക്കുന്ന രീതിയിൽ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സമീപനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി V ശിവൻകുട്ടി ഉത്തരവിട്ടു. കുടുംബത്തിന്റെ ആരോപണം സ്കൂളിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവധി വേണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ പ്രധാനാധ്യാപികയ്ക്ക് ക്ലർക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇയാൾ നിലവിൽ ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നി KSRTC ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂട്ടയടി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുട്ടികളുമാണ് ഏറ്റുമുട്ടിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥി സംഘർഷം പതിവെന്ന് നാട്ടുകാർ പറയുന്നു. തിരുവനന്തപുരം വെങ്ങാനൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. അധ്യാപകൻ സെബിനെതിരെ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്. അധ്യാപകനെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. അധ്യാപകനെ കളിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ്. ഇങ്ങനെ അടി കിട്ടിയമ്മ വയ്യാതെയാണ് വരുന്നതെന്ന്. അതിനു മുൻപേ സ്കൂളിൽ നിന്ന് ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ ഇങ്ങനെ സാറിനെ കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് സാറിന് ഭയങ്കര മനസ്സിന് വിഷമം വന്നു. അതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഫോണിൽ സാർ എന്നെ വിളിച്ചു. സാറ് സംസാരിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളവരെന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ, എന്നെക്കുറിച്ച് വേണ്ടാത്തതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും സാർ നാളെ ഞാൻ വന്ന് സാറിനോട് എന്ത് റീസൺ ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ
അത് കേൾക്കാതെ സാർ എൻ്റെ മോനെ കുറിച്ച് കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞ് വെച്ചു. പക്ഷെ വൈകിട്ട് ഞാൻ മോൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏതൊരമ്മയപ്പോൾ ഞാൻ ചോദിച്ചു മോനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മ എൻ്റെ കുറുക്ക് എന്നെ അങ്ങനെ പിടിക്കില്ലേ, എൻ്റെ കുറുക്ക് മൊത്തം വേദനിക്കുന്നു. ഞാൻ ഇങ്ങനെ അകത്ത് കൊണ്ടുപോയി മോനെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ മോൻ്റെ ബാക്കിലും ബട്ടക്സ് ഭാഗത്തും എല്ലാം ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച പാടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരുക്കേറ്റത്. സഹപാഠിയായ 17-കാരനാണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇരുവരും ഒറ്റപ്പാലം NSS KPT VHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ABVP പ്രവർത്തകന് നേരെ ആക്രമം. കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും ABVP പ്രവർത്തകനുമായ ഗോകുലിന് നേരെയാണ് ആക്രമം. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത് എന്നാണ് പരാതി. പരിക്കേറ്റ ഗോകുലിനെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടർന്ന് ക്രൈംബ്രാഞ്ച്. അനന്തകൃഷ്ണന്റെ കടവന്ത്ര ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത ഇടപാടുകാരുടെ രേഖകളും ലാപ്ടോപ്പുകളും പരിശോധിക്കുകയാണ്. അനന്തകൃഷ്ണനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകളും 6 ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിരുന്നു. അനന്തകൃഷ്ണന് പണം നൽകിയവരുടെ വിവരങ്ങളാണ് ഇതിൽ കൂടുതലായുള്ളത്. ഇതിന്റെ വിശദമായ പരിശോധന നടന്നുവരികയാണ്. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണമിടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ജീവനക്കാരുടെ പങ്ക് എത്രമാത്രമെന്ന് ചോദ്യം ചെയ്താൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അനന്തുവിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പരിശോധന. ഇത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ക്രൈംബ്രാഞ്ച് SP MJ സോജൻ പറഞ്ഞു. ഇന്നലെ റെയ്ഡ് തുടങ്ങിയല്ലേ ഉള്ളൂ, ഇപ്പൊ ഒന്നും പറയാനില്ല. ചെയ്യണം, കസ്റ്റഡി വാങ്ങുന്നുണ്ട്, അല്ലാതെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കുറെ രേഖകൾ കിട്ടിയിട്ടുണ്ട്, അത് പരിശോധിച്ചു വരികയാണ്. 34 കേസുകളുടെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. പദ്ധതികളുടെ ഇടനിലക്കാരായ ഇംപ്ലിമെന്റിംഗ് ഏജൻസികളെ സംബന്ധിച്ച പരാതികളും വ്യാപകമാണ്. എന്നാൽ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇവരുടെ നിലപാട്. അനന്തകൃഷ്ണനെതിരെ ഏജൻസികളും പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ സംസ്ഥാനമൊട്ടാകെ പരാതി പ്രളയമായതിനാൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം പള്ളിമണ്ണിൽ ഒത്തുതീർപ്പായ കേസിൽ അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസ് ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തു. കൊല്ലം പള്ളിമൺ സ്വദേശി അജിയുടെ വീട്ടിലാണ് ഇന്നലെ ചാത്തന്നൂർ CAയും സംഘവും എത്തിയത്. തന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞിട്ടും പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അജിയുടെ പരാതി. കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും വാറന്റ് നിലവിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസമാണ് പള്ളിമൺ സ്വദേശി അജിയുടെ വീട്ടിൽ ചാത്തന്നൂർ CIയും സംഘവും എത്തിയത്. തന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അജിയുടെ പരാതി. വസ്ത്രം മാറാൻ പോലും സമയം നൽകിയില്ല. ഭാര്യയ്ക്കും പെൺമക്കൾക്കും മുന്നിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയെന്നും അജി. വലിച്ചെണീപ്പിക്കുന്നു, എണീടാ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞ് പോലീസ് നിർബന്ധിച്ച്. ഞാൻ എന്താ കാര്യം എന്തുവാണ്, എനിക്കൊന്നും അറിയുന്നില്ല, എന്താ വിഷയം എന്ന് പോലും എനിക്കറിയില്ല. നിനക്ക് വാറണ്ടുണ്ട്, നീ വാറണ്ടിൽ പ്രതിയല്ലേ, നീ ഇവിടെ പോലീസിനെ പറ്റിച്ച് കോടതി കോടതി കിടക്കുകയാണ്, എണീടാന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്നെ വലിച്ചഴയ്ക്കുന്നു. അപ്പോഴേക്കും 3-4 പോലീസുകാർ വന്ന് എന്നെ തലങ്ങം വരികയും എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ ആ ഒരു കൈനി മാത്രം വ്യവസ്ഥരായിട്ട് കൊണ്ടുവന്ന് തന്നെ അയാൾ നിൽക്കുന്നത്. ആ ഒരു അവസ്ഥ തന്നെ പോകണമെന്നുള്ള രീതിയിലാണ് പുള്ളിനെ നിർബന്ധിക്കുന്നത്. അർദ്ധരാത്രി 12 മണിക്ക് കസ്റ്റഡിയിലെടുത്ത അജിയെ പുലർച്ചെ 3 മണിയോടെ പോലീസ് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതിക്കാരൻ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചു. കുടുംബത്തിൽ രാത്രി 12 മണിക്ക് 1 മണിക്ക് ചെന്ന് കയറി പെൺകുട്ടികളും ഭാര്യയും കുടുംബമായിട്ട് ജീവിക്കുന്ന വീടുകളിൽ ഇതുപോലുള്ള കിരാത വാഴ്ചകൾ നടത്തുന്ന പോലീസിന്റെ നടപടിക്ക് ഒരു കാരണവശാലും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. ഇതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാൻ പോകും. എന്ത് വന്നാലും ഞാൻ അതിനെ തരണം ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. SHO അനൂപ് ഉൾപ്പെടെ 5 പോലീസുകാരാണ് എത്തിയത്. മതിൽ ചാടിക്കടന്നെത്തിയ പോലീസ് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ആക്രോശിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയുമായിരുന്നു. അജിയും മറ്റൊരാളും തമ്മിൽ കടമുറിയുടെ വാടക തർക്കവുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ജനുവരിയിൽ ഇരു കക്ഷികളും തമ്മിൽ ഒത്തുതീർപ്പായിരുന്നു. എന്നാൽ കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിരുന്നില്ലെന്നാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊട്ടാരക്കര.
പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരായ മൊഴി മാറ്റി കേസിലെ നിർണായക സാക്ഷികൾ. പ്രതിയെ പേടിച്ചാണ് സാക്ഷികൾ മൊഴി മാറ്റിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൊലപാതകത്തിന് ശേഷം ആയുധവുമായി ചെന്താമര നിൽക്കുന്നത് കണ്ടെന്ന് മൊഴി നൽകിയ വീട്ടമ്മ മൊഴി മാറ്റി. സുധാകരനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാക്ഷിയും ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയ മറ്റ് രണ്ടുപേരുമാണ് കൂറുമാറിയത്. അതേസമയം ചെന്താമരയ്ക്കെതിരായ മൊഴിയിൽ അയൽവാസി പുഷ്പ ഉറച്ചു നിൽക്കുകയാണ്. ജനുവരി 27-നായിരുന്നു മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഇടവേള. മോദി ട്രംപ് കൂടിക്കാഴ്ച ശ്രീജ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ചും മോദിയെ രണ്ടാം ടേമിൽ ആദ്യമായി സന്ദർശിക്കുന്ന ആദ്യ ഏഷ്യൻ നേതാവ് എന്ന പ്രത്യേകത കൂടി മോദിക്കുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ആ കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച്, റെസിപ്രോക്കൽ ടാക്സ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. കാരണം അധികാരത്തിലെത്തിയ ആ സമയം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. സഖ്യരാജ്യങ്ങൾ ഈ നികുതി കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. റെസിപ്രോക്കൽ നികുതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന അസന്നിഗ്ധമായി നരേന്ദ്രമോദിയോട് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് സുപ്രധാനമായ ഒന്നാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട, തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ട്രംപിന്റെ നിലപാട് എന്തായിരുന്നോ അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊന്ന് വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപും മോദിയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ട്രംപ് പറഞ്ഞത് മോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി, കഴിഞ്ഞ 4 വർഷമായി, താൻ അധികാരത്തിലുള്ള സമയത്തും കഴിഞ്ഞ 4 വർഷമായി അതേ സൗഹൃദം നിലനിർത്താൻ തങ്ങൾക്കാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകും എന്ന് ട്രംപ് പ്രഖ്യാപിക്കും. വാർത്തകളിലേക്ക്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വീണ്ടും നാടുകടത്താനൊരുങ്ങി അമേരിക്ക. 119 പേരുമായി 2 വിമാനങ്ങൾ നാളെ ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. അമൃത്സർ വിമാനത്താവളത്തിലായിരിക്കും രണ്ടാം ഘട്ടത്തിലും വിമാനങ്ങൾ എത്തുക എന്ന് പഞ്ചാബ് സർക്കാർ അറിയിച്ചു. എന്നാൽ നാളെ എത്തുന്നത് സൈനിക വിമാനങ്ങളാണോ എന്നത് വ്യക്തമല്ല. ആകെ 487 പേരെ അമേരിക്ക നാടുകടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിച്ചും സൗഹൃദം പുതുക്കിയും മോദി ട്രംപ് കൂടിക്കാഴ്ച. അതേസമയം നികുതി തീരുമാനങ്ങളിൽ ഇളവില്ലെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചുനിന്നു. അനധികൃത കുടിയേറ്റവും ഭീകരവാദവും ചർച്ചയായി. ഇലോൺ മസ്കിനെയും മോദി കണ്ടു. വൈറ്റ് ഹൌസിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ പല വിഷയങ്ങൾ കടന്നുവന്നു. യുഎസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനം, അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാൻ നടപടികൾ ആരംഭിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. യുഎസും ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങും, മോദി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം നികുതി തീരുമാനങ്ങളിലെ ഇളവിന് ട്രംപ് തയ്യാറായില്ല. തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളോടും അമേരിക്കയ്ക്ക് ഒരേ സമീപനമാകും. നികുതി തീരുമാനത്തിൽ സഖ്യരാജ്യങ്ങൾ ശത്രുരാജ്യങ്ങളെക്കാൾ മോശമാണെന്നും ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുമെന്ന് മോദി വ്യക്തമാക്കി. കൈമാറ്റ തീരുമാനത്തിന് നന്ദിയെന്ന് മോദി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിൽ വെച്ച് ഇലോൺ മസ്കുമായും മോദി കണ്ടു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾട്ടർ, ഇന്റലിജൻസ് മേധാവി തൽസി ഗബാർഡ്, വ്യവസായി വിവേക് രാമസ്വാമി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രൂക്ഷമായ മറുപടി നൽകി പ്രധാനമന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യാനല്ല 2 നേതാക്കൾ കണ്ടത്. എല്ലാ ഇന്ത്യക്കാരും തനിക്ക് ഒരുപോലെയാണെന്നും മോദി പറഞ്ഞു. I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi. Prime Minister Modi, have you asked the President to take action on that case? Thank you.
दूसरी बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है। हम पूरे विश्व को अपना एक परिवार मानते हैं। हर भारतीय को मैं अपना मानता हूं। दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं। അന്തർ സംസ്ഥാന പാതയിൽ അക്രമമടക്കാതെ പടയപ്പ. കഴിഞ്ഞ രാത്രിയിൽ KSRTC ബസിന് നേരെയായിരുന്നു പടയപ്പയുടെ പരാക്രമം. മദപ്പാടിലുള്ള ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മറയൂർ 8-ാം മൈലിന് സമീപം നിലയുറപ്പിച്ച പടയപ്പ നിരവധി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. കൊടുംവളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് KSRTC ബസിന്റെ പിന്നിലേക്ക് ആന ഓടിയെത്തിയത്. ബസിന് കേടുപാടുകൾ വരുത്താനും ശ്രമം. മറ്റു വാഹനങ്ങളും ആന വെറുതെ വിട്ടില്ല. പിക്കപ്പ് വാഹനം തടഞ്ഞു നിർത്തി തണ്ണിമത്തനെടുത്തു. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുത്തിരുന്നു. ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ പടയപ്പ ആക്രമിച്ചു. തൃശൂർ സ്വദേശിയായ യുവതിക്ക് ആക്രമണത്തിൽ സാരമായി പരുക്കേറ്റു. ഇതേ ദിവസം തന്നെ ഒരു ലോറിയും തടഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് സിനിമാ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ആക്രമിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് മറയൂർ സ്വദേശികളുടെ കാറിന് നേരെ ആന ഓടിയെത്തിയതോടെ വാഹനം വെട്ടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. നിലവിൽ പടയപ്പ മദപ്പാടിലാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ആനയെ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നതിനുമായി 5 അംഗ സംഘത്തെ നിയോഗിച്ചതായും വനംവകുപ്പ് പറയുന്നു. നിരീക്ഷണം ശക്തമാക്കുക, ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക. ഒരു ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 5 പേരുണ്ടാവും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും. ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അപകടപരമായ ഇത് ലെയിൻസിനൊക്കെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടോട്ട് ചെല്ലും. ഇവിടെ ഇപ്പോൾ മസ്തിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. അത് തന്നെ ആയിരിക്കാം ഇതിന് കാരണം. രാത്രികാലങ്ങളിൽ നിരീക്ഷണം കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പകൽ സമയത്ത് ഉൾവനത്തിലേക്ക് പിൻവലിയാതെ പടയപ്പ തോട്ടം മേഖലയിൽ നിലയുറപ്പിക്കുകയാണ്. മൂന്നാർ ഉദുമൽപെട്ട പാതയിൽ പടയപ്പ സ്ഥിരം സാന്നിധ്യമായതോടെ രാത്രിയാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട കലഞ്ഞൂർ പോത്തുപാറയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ കണ്ടുവെന്ന് വനം വകുപ്പിനെ അറിയിച്ചത്. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തി. നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചു. പുലിപ്പേടി മാറാതെ കോഴിക്കോട് കാരശ്ശേരി. കുട്ടിക്കുന്നിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. വന്യജീവി നായയെ പിടിക്കുന്നത് കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. തൊട്ടടുത്ത പ്രദേശമായ പാറത്തോട് വളർത്തുനായയെ അജ്ഞാത ജീവി പിടിച്ചതായും നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ. നടപ്പുവർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുക. ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ പരമാവധി ഇളവുകൾ വേണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. ബ്രുവറി വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് പുതിയ മദ്യനയം പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. എല്ലാ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിലും ആ വർഷത്തേക്കുള്ള നയം പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്കുള്ള നയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ വർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് നയം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മദ്യനയത്തിന്റെ കരട് തയ്യാറാണ്. മദ്യനയം ഇനി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. മിക്കവാറും ഈ മാസം വരും. അല്ല, ഇനിയിപ്പോൾ 1 വർഷത്തിന്റെ കാര്യമില്ലല്ലോ. 1 വർഷം കഴിയാറായില്ലേ. എക്സൈസ് വകുപ്പിൽ എല്ലാം റെഡിയാണ്. ഇനി വേണ്ടത് രാഷ്ട്രീയ അനുമതി. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും അനുമതി ലഭിച്ചാൽ വൈകാതെ മദ്യനയം പ്രഖ്യാപിക്കും. 19 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിച്ചേക്കും. പരമാവധി ഇളവുകൾ നൽകി പുതിയ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. അതിനനുസരിച്ചുള്ള നയമാണ് തയ്യാറാക്കിയതെന്നാണ് സൂചന. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ അശാസ്ത്രീയമെന്ന വിലയിരുത്തൽ നേരത്തെ വകുപ്പിനുണ്ട്. അതൊഴിവാക്കിയാലുണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങളാണ് വകുപ്പിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. IT പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാൻ നേരത്തെ തന്നെ മദ്യനയം അനുമതി നൽകിയിട്ടുണ്ട്. അതിനുള്ള ചട്ടങ്ങളും തയ്യാറാണ്. പാർക്കുകളിലെ മദ്യശാല നടത്തിപ്പ് ആർക്കു നൽകണമെന്ന കാര്യത്തിലായിരുന്നു തർക്കം. ബാർ നടത്തി പരിചയമുള്ള ബാർ ഉടമകൾക്ക് തന്നെ ഇവിടെയും ലൈസൻസ് നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. എന്നാൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെ എതിർത്തു.
എതിർപ്പ് അവഗണിച്ച് ആ രീതിയിൽ തന്നെ അനുമതി നൽകാനാണ് തീരുമാനമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. വ്യവസായ പാർക്കുകളിലെ മദ്യവിതരണത്തിനുള്ള ചട്ടങ്ങളും വൈകാതെ തീരുമാനിക്കും. ടൂറിസം മേഖലകളിൽ ബിയറും വൈനും വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം പ്രത്യേക ലൈസൻസ് നൽകിയിരുന്നു. പുതിയ മദ്യനയത്തിൽ ടൂറിസം മേഖലകളിൽ കൂടുതൽ ഇളവുകൾക്ക് ശുപാർശയുണ്ടാകും. ബാർ ലൈസൻസ് ഫീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ച ശേഷം അടുത്തയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിക്കും. അവിടെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാതെ തള്ളി. കോറം തികയാൻ 11 അംഗങ്ങൾ ആവശ്യമാണെന്നിരിക്കെ CPMലെ 8 പേർ മാത്രമായിരുന്നു എത്തിയത്. കോൺഗ്രസിലെയും BJPയിലെയും അംഗങ്ങൾ വിട്ടുനിന്നു. ഇതോടെയാണ് പ്രമേയം ചർച്ച ചെയ്യാതെ തള്ളിയത്. 22 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിന് 9, CPMന് 8, BJPക്ക് 5 അംഗങ്ങളാണ് ഉള്ളത്. അവിശ്വാസം തള്ളിയതോടെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. പാലാ നഗരസഭയിലെ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സ്വന്തം ചെയർമാനെ പുറത്താക്കി കേരള കോൺഗ്രസ് M. ഷാജു തുരത്തനെ പുറത്താക്കിയത് UDF സ്വതന്ത്ര അംഗത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ 14-0 എന്ന നിലയിലാണ് വോട്ടിംഗ് നടന്നത്. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആദിവാസി യുവതി ജീപ്പിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി. ഇടമലക്കുടി സ്വദേശിനിയായ 22-കാരിയാണ് ജീപ്പിനുള്ളിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. അമ്മയെയും കുഞ്ഞിനെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കുംഭമേള വൈറൽ താരം മൊണാലിസ കേരളത്തിൽ. ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനത്തിനായാണ് മൊണാലിസ ഭോസ്ലെ കോഴിക്കോട് എത്തിയത്. വാലന്റൈൻസ് ഡേ സമ്മാനമായി ഡയമണ്ട് മാല നൽകിയാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ സ്വീകരിച്ചത്. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് വാലന്റൈൻസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ പുതിയ ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനം കുംഭമേള വൈറൽ താരം മൊണാലിസ നിർവഹിച്ചു. വാലന്റൈൻസ് ദിന സമ്മാനമായി ബോബി ചെമ്മണ്ണൂർ ഡയമണ്ട് മാല മൊണാലിസയുടെ കഴുത്തിൽ അണിയിച്ചു. 10,000 രൂപ വില വരുന്ന മാലയാണ് കഴുത്തിൽ അണിയിച്ചതെന്നും ഏതൊരു സാധാരണക്കാരനും ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ എത്തിയാൽ ഈ മാല വാങ്ങാമെന്നും ബോബി ചെമ്മണ്ണൂർ. ഡയമണ്ട് സെക്ഷൻ ഇപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കളക്ഷൻ, വെരി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. 10,000 ഓൺവേർഡ്സ്. മറ്റേ ഡയമണ്ട് ഒക്കെ മിനിമം 25,000 വേണം. അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. കേരളത്തിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതടക്കം വലിയ മാറ്റങ്ങളാണ് കുംഭമേളയിലെ അപ്രതീക്ഷിത പ്രശസ്തിയിലൂടെ ഉണ്ടായതെന്നും മൊണാലിസ പറഞ്ഞു. വൈറൽ താരത്തിന്റെ കേരളത്തിലേക്കുള്ള ആദ്യ വരവിൽ മൊണാലിസയെ കാണാൻ നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,585 രൂപ, പവന് 52,680 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, കിലോഗ്രാമിന് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം. മോദി ട്രംപ് കൂടിക്കാഴ്ച ശ്രീജ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ചും മോദിയെ 2ാം ടേമിൽ ആദ്യമായി സന്ദർശിക്കുന്ന ആദ്യ ഏഷ്യൻ നേതാവ് എന്ന പ്രത്യേകത കൂടി മോദിക്കുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ആ കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച്, റെസിപ്രോക്കൽ ടാക്സ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. കാരണം അധികാരത്തിലെത്തിയ ആ സമയം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട
ചില തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. സഖ്യരാജ്യങ്ങൾ ഈ നികുതി കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. റെസിപ്രോക്കൽ നികുതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന അസന്നിഗ്ധമായി നരേന്ദ്രമോദിയോട് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് സുപ്രധാനമായ ഒന്നാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ട്രംപിന്റെ നിലപാട് എന്തായിരുന്നോ അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊന്ന് വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപും മോദിയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ട്രംപ് പറഞ്ഞത് മോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി, കഴിഞ്ഞ 4 വർഷമായി, താൻ അധികാരത്തിലുള്ള സമയത്തും കഴിഞ്ഞ 4 വർഷമായി അതേ സൗഹൃദം നിലനിർത്താൻ തങ്ങൾക്കാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കൂടാതെ വ്യാപാരത്തിന്റെ ഇതുവരെയുള്ള മേഖലകളെല്ലാം അതേതാണ്ട് ഇരട്ടിയാക്കുന്ന തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന് തഹാവൂർ റാണ. നമുക്കറിയാം 2 ആഴ്ച മുൻപ് തഹാവൂർ റാണയുടെ അപ്പീൽ അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയിരുന്നു. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതനുസരിച്ച് കോടതിയുടെ വിധി പ്രകാരം ഇന്ത്യക്ക് മുംബൈ സ്ഫോടനത്തിന് സൂത്രധാരനായ തഹാവൂർ റാണയെ കൈമാറാനുള്ള തീരുമാനം വളരെ സുപ്രധാനമാണ്. അത് ഈ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു എന്നുള്ളതും നിർണായകമാണ്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് എന്ന് പറയുമ്പോഴും നികുതി പോലെയുള്ള കാര്യങ്ങളിലുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇതുവരെ ട്രംപ് സ്വീകരിച്ചു വന്ന നയങ്ങളിലുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ അപ്പോഴും ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മോദി ട്രംപിനോട് സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതാണ്. അനധികൃത കുടിയേറ്റം തടയാനുള്ള അമേരിക്കയുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് ട്രംപിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ത്യക്കാരെ അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന